വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. വി പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളാണ് എന്നുള്ളതുകൊണ്ട് പ്രതിഷേധത്തിന് ശബ്ദമുയരുകയില്ല എന്ന് പറഞ്ഞാലും അവരനുസരിച്ചുകൊള്ളും എന്നുള്ള ധാരണ വെച്ച് പുലർത്തേണ്ട കാര്യം അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളാണ്. സാധാരണഗതിയിൽ എന്നോട് എന്റെ സുഹൃത്ത് പറയുകയുണ്ടായി, 4% 1%, ഇനി 0.5%, 1% തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ രംഗത്ത് പണിയെടുക്കാൻ ആളുകളുണ്ടാവും. ശരിയാണ് സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ മാത്രം രൂക്ഷമായത് കാരണം ഞാൻ പല മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്നറിയാം. ഒരു പുതിയ മേഖലയിലുള്ള ഒരു സംഘടനാ പ്രവർത്തനവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇന്ത്യയിലാകെ തന്നെ 9 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കേഴ്സ്, NRHM എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ദേശീയ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവരും പണിയെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനവുമില്ലാതെ തന്നെ അവർ പണിയെടുക്കാൻ സന്നദ്ധമാണ്. എന്തുകൊണ്ടാണ്? ഒരു 100 രൂപ ട്രെയിനിങ്ങിന് പോയാൽ കിട്ടും. അതുപോലെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കി അവരെ പ്രസവിപ്പിച്ച് കുട്ടിക്കടക്കം പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചില്ലറ പൈസ കിട്ടും. അതുപോലെ 5 കുട്ടികളെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയൊരു തുക കിട്ടും. അങ്ങനെയുള്ള ചെറിയ ആനുകൂല്യം പോലും കിട്ടാതിരുന്നാൽ പോലും അവർ പണിയെടുക്കാൻ തയ്യാറാവുകയാണ്. എന്തുകൊണ്ട്? ജീവിക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പുരുഷനോടൊപ്പം സ്ത്രീയും പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യൻ മുതലാളിത്തത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഈ രീതിയിൽ പണിയെടുക്കാൻ വേണ്ടി സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്നത്. ഏജന്റുമാരുടെ കമ്മീഷൻ ശ്യാമള ഗോപിനാഥൻ കമ്മിറ്റി പ്രകാരം ഘട്ടം ഘട്ടമായി 4 നിന്നും 1% ആക്കുന്നതിനെതിരെയായിരുന്നു മാർച്ച് നടത്തിയത്. വി പ്രസന്നകുമാരി ധർണ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി DV അമ്പാടി മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, ഇന്ത്യ ഗവൺമെന്റ് തുടർന്നു വരുന്ന സാമ്പത്തിക നയത്തിന്റെ ഫലമായി രണ്ടാം UPA ഗവൺമെന്റ് ആവിഷ്കരിച്ച നയം അവർ തുടരുന്നത് തന്നെ സബ്സിഡികൾ നീക്കം ചെയ്തുകൊണ്ടും നിലവിൽ കിട്ടിവരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥിതിവിശേഷത്തിനെതിരെ വളരെ ജാഗ്രതയോടുകൂടിയിട്ട് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് പ്രസന്ന സൂചിപ്പിച്ചത്. കഴിഞ്ഞ പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചും അതിനോടനുബന്ധിച്ച് നടത്തിയ പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്തെ തൊഴിലാളികളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ആകെ രാഷ്ട്രീയ കക്ഷിക്കതീതമായിട്ട് തന്നെ തൊഴിലാളികളാകെ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ മേഖലയിലെ ഏജന്റുമാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസം നമുക്കില്ല. കാരണം എല്ലാ മേഖലയിലെ തൊഴിലാളികളുടെയും യോജിച്ചുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. ഇന്ത്യ ഗവൺമെന്റ് തുടർന്നു വരുന്ന സാമ്പത്തിക നയത്തിന്റെ ഇന്ത്യയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമായ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ 5 മുദ്രാവാക്യം പാഠപുസ്തക വിതരണത്തിലെ കാലതാമസം വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അവർ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സമീപനം അവർ സ്വീകരിച്ചു വരികയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനപ്പുറമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്. ഇതിന് തുടർച്ചയെന്നോണം അവർ പാചക ഗ്യാസിന്റെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളെ ആകെ ബാധിക്കുകയാണ്. ഈ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം അതിശക്തിപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. N. ജാനകി അധ്യക്ഷത വഹിച്ചു. CM സുരേഷ്, PK രവി, ഹരി എന്നിവർ സംസാരിച്ചു.